ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു സ്റ്റഡി വ്ളോഗാണ്, അതായത് വീണ്ടും നമ്മൾ സ്റ്റഡി വ്ളോഗാണ് ചെയ്യണത്. അപ്പോൾ ഇന്നാണ് നമ്മൾ അക്കൗണ്ടൻസി എക്സാം വരുന്നത്. അക്കൗണ്ടൻസി മാത്രമല്ല, ഇന്ന് എക്കണോമിക്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്തോ എക്കണോമിക്സിന് പോയില്ല. എക്കണോമിക്സ് ഫസ്റ്റത്തെ എക്സാമും പിന്നെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു അക്കൗണ്ടൻസി ഉണ്ടായിരുന്നത്. പിന്നെ എക്കണോമിക്സിന് പോയില്ല, പിന്നെ നേരെ അക്കൗണ്ടൻസിക്ക് ഉച്ചയ്ക്ക് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഇതാ ഞാൻ ഒരു 9 മണി 10 മണിക്ക് ഇരുന്നിട്ട് അക്കൗണ്ടൻസി കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കണം. കാരണം ഒക്കെ തലേന്ന് കുറച്ച് പനി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടൊന്നും നേരെ പഠിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ അക്കൗണ്ടൻസിക്കലും പോകാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്ന് പഠിച്ചു. പിന്നെ ഒരു 11 മണി 12 മണി ആ ടൈം വരെയൊക്കെ പഠിച്ചിട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചായ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയും വിശന്നു. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വല്ല ഫ്രൂട്ട്സ് ഉണ്ടോ പോയി നോക്കി. അങ്ങനെ എനിക്ക് ആപ്പിളും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആപ്പിൾ എടുത്തിട്ട് അങ്ങനെ ഞാനും എൻ്റെ അനിയൻ, അതായത് ആദ്യം കൂടിയും ഇരുന്ന് അതൊക്കെ കഴിച്ചു. ഞാൻ എന്ത് തിന്നായിരുന്നാലും എൻ്റെ ബാക്കിൽ ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഒപ്പാണ് എപ്പോഴും തിന്നത്. പിന്നെ അതിന് ശേഷം വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല. വേഗം യൂണിഫോമൊക്കെ മാറ്റി സ്കൂൾക്ക് പോയി. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ ക്ലാസ്സൊക്കെ എക്സാം കഴിഞ്ഞു വന്നു. അപ്പോൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ കുഴപ്പമില്ല. വൺ വേർഡ് കുറച്ച് ഇടങ്ങാറായിരുന്നു എന്നല്ലാതെ കാര്യമായിട്ട് കുഴപ്പമില്ല. എനിക്ക് ആകെ കുറച്ച് പണി ഉണ്ടായിരുന്നത് മറ്റേ ലാസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. അതിന് ഞാൻ ക്ലാസ്സിന് പോയിരുന്നില്ല വല്ലാതെ. അപ്പോൾ വല്ലാതെ അറിഞ്ഞിരുന്നില്ല. പക്ഷെ അന്നേരം കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പോയത്. ഇന്നലെ അല്ല, ഇന്ന് രാവിലത്തെ എക്സാം ഞാൻ പോയില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതിന് ആകെ 2 ദിവസത്തിനോ ഒക്കെ തന്നെ വന്നിട്ടുള്ളൂ. അത് സിമ്പിളായിരുന്നു, അത് എഴുതാൻ പറ്റി. അപ്പോൾ എന്തായാലും ഇതുവരെ അല്ലാതെ കുഴപ്പമില്ല. ഇനി ഞാൻ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ചായ കുടിക്കട്ടെ. അപ്പോൾ ഇനി നാളെ സ്റ്റാറ്റിൻ്റെ എക്സാം, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, നമ്മളിനി നാളത്തെ എക്സാമിൽ പഠിക്കാൻ പോവാണ്. നാളെ സ്റ്റാറ്റ് കേട്ടോ. നാളെ സ്റ്റാറ്റിയാണ്. സ്റ്റാറ്റിക്ക് വലിയ കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ ബുക്ക് തുറന്നാലൊക്കെ കുഴപ്പങ്ങളും സമയമില്ലായ്മയും ഒക്കെ വരുള്ളൂ. ബിസിനസ്സിൻ്റെ പേപ്പർ, ക്വസ്റ്റ്യൻ പേപ്പർ. ഇപ്പോൾ കഴിഞ്ഞ അക്കൗണ്ടൻസിയിലും ബിസിനസ്സിലും എന്താ പ്രശ്നം വെച്ചാൽ വൺ വേർഡായിട്ട് ഉള്ള കാര്യമായിട്ട് പ്രശ്നം. തിയറി കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഒക്കെ തോന്നണത് പബ്ലിക് എക്സാമിന് നല്ല ഇടങ്ങാറാവുന്നതാണ്. വൺ വേർഡ് ഒന്നിനും പറ്റുന്നില്ല. ഇംഗ്ലീഷിലും മലയാളത്തിലൊന്നും വൺ വേർഡ് പറ്റില്ല. ഫസ്റ്റ് 1 മാർക്കിൻ്റെ കാര്യങ്ങൾ. പിന്നെ നമുക്ക് എന്തായാലും സ്റ്റാറ്റി ക്ലാസ് ഉണ്ട് 7 മണിക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പോയി കേൾക്കാം. എൻ്റെ കസിൻസൊക്കെ വന്നുകൊണ്ട് താഴെ അതാണ് ഒച്ചയും ബഹളമൊക്കെ കിട്ടും. നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ മുതൽ എന്തായാലും പഠിക്കൽ തുടങ്ങാം. നമുക്ക് പഠിക്കൽ തുടങ്ങാം. അപ്പോൾ അതിനൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പ്രൊഡക്ട്സ് കാണിച്ചു തരാം. ഇത് എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് തന്നതാണ്. ഇങ്ങനത്തെ സ്ലൈഡും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എൻ്റെ സ്ലൈഡും ഇതെനിക്ക് നല്ല ഇഷ്ടമായി. നോക്കാം, ഈ സാധനം വെച്ചേക്കാം. നല്ല രസമുള്ള സാധനങ്ങൾ. തൽക്കാലം നമുക്ക് ബ്രേക്ക് കട്ടെ. എൻ്റെ സമയമാണ് പോകുന്നത്. ഞാൻ വേഗം പോയി ക്ലാസ് കേട്ടിട്ട് വരാം. എന്നിട്ട് പറയാം എന്തൊക്കെയാണ് സ്റ്റാറ്റിയുടെ അവസ്ഥ. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരം ക്ലാസ്സൊക്കെ കേട്ടതിന് ശേഷം ഒരു 8 മണിയായപ്പോൾ എൻ്റെ ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടോ. അപ്പോൾ ഞാൻ വേഗം ഫുഡ് കഴിക്കാൻ പോയി. ഈ കാണുന്നത് നിങ്ങൾ ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് എടുക്കാൻ വേണ്ടി കാട്ടുന്ന ആക്രാന്താണ്. അങ്ങനെ അതൊക്കെ കിട്ടിയതിന് ശേഷം വേഗം ആ ഫുഡ് കഴിച്ചു. കാരണം ലൈവ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാനിതാ ബാക്കി ഒക്കെ ഇരുന്ന് പഠിക്കുകയാണ്. ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിത് പുട്ടിയടിച്ചേക്കണെന്ന് വെച്ചാൽ ഞാൻ സ്കൂളിൽ എന്നിട്ട് മോൻ കഴുകിയിട്ടില്ല. ഇനി വേണം മോൻ കഴുകിയിട്ട് പോയി ഉറങ്ങാൻ. ഇപ്പോൾ സമയം 10 മണിയായി. ഞാൻ പഠിച്ചുകൂടെ വെച്ചാൽ 4 5 പാടുന്നല്ലേ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ എനിക്കിപ്പോൾ എന്തായാലും ഉറക്കം വരുന്നുണ്ട്. ഞാൻ ഇന്നലെ കുറേ നേരം ഉറങ്ങുന്നു. ഇന്നലെ ഉറക്കമൊന്നും വെച്ചിട്ടില്ല, പക്ഷെ ഉറക്കം വരുന്നുണ്ട്. ബുക്ക് നോക്കിയിട്ട് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പോയിട്ട് ഉറങ്ങാം. എന്നിട്ടൊരു 3 മണിക്ക് നീക്കാം. എനിക്ക് പിന്നെ 3 മണി ആ ടൈമിൽ നീക്കുമ്പോഴൊക്കെ ഒരു എനർജി ഉണ്ടാവുക. അങ്ങനെ എല്ലാ വീഡിയോയിലും പറയലുണ്ട്. പക്ഷേ ഉറക്കമൊന്നും കഴിഞ്ഞില്ല. എന്നാലും ഒക്കെ ഇങ്ങനെ ടെൻഡൻസിയാണ് ബുക്ക് ഒരു 10 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഉറങ്ങണം. അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ വെച്ച് പഠിക്കാൻ വിചാരിച്ചു. പിന്നെ സ്റ്റാറ്റി പറഞ്ഞാൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉള്ളത് സ്റ്റാറ്റി അക്കൗണ്ടൻസി കേട്ടോ. ബിസിനസ്സൊക്കെ വെച്ച് നോക്കും, ബിസിനസ് എക്കണോമിക്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ എന്തായാലും നമുക്ക് രാവിലെ നീച്ച് പഠിക്കാനല്ലേ തന്നെ ഉള്ളൂ. 1 പാടോ 2 പാടായിട്ട് നേരെ നോക്കാനുള്ളൂ. അത് നേരെ നോക്കാനൊന്നുമില്ല, വലിയ കുഴപ്പമില്ല. ഒരു വട്ടം നോക്കിയതാണ്, പക്ഷെ ഇനി നോക്കാണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. നോക്കല്ല ഇനി പോയിട്ട് നമുക്ക് മുഖമൊക്കെ കഴുകിയിട്ട് പിന്നെ സ്കിൻ കെയർ ഒന്നും ചെയ്യല്ല, വേറെ കാര്യം പോയി ഉറങ്ങാം. ഓക്കെ, എന്തായാലും ഇനി 3 മണിക്ക് കാണാം.
പിന്നെ അക്കൗണ്ടൻസി എക്സാം വെച്ചാൽ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്താ പറയുക, തിയറി 2-3 മാർക്കിൻ്റെ ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഫസ്റ്റത്തെ ഒരു 8 എണ്ണമല്ലേ, അതൊന്നും സീൻ ഉണ്ടായിരുന്നു. അത് എനിക്ക് എപ്പോഴും 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അറിയണ്ടാവും, പക്ഷെ ഓപ്ഷൻ തരുമ്പോൾ ആകെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളത് എഴുതും, അതൊന്നും ഉണ്ടാവില്ല. ഇടയ്ക്ക് ശരിയാകും, ഇടയ്ക്ക് തെറ്റും. തിയറി ഒക്കെ പിന്നെ നമുക്ക് ആൻസർ എന്താ അറിയില്ലല്ലോ, ഞാൻ ആരോട് ചോദിക്കാനും പോയിട്ടില്ല. നമ്മളെ ഇക്വേഷൻ്റെ കാര്യങ്ങളൊക്കെ ആരോട് ചോദിക്കാനും പോയില്ല, അപ്പോൾ ആൻസർ എന്താണെന്നും അറിയില്ല, പേപ്പർ ഇട്ടുമ്പോഴേ അറിയുള്ളൂ. അപ്പം അതാണ് അക്കൗണ്ടൻസിൻ്റെ ഒരു അവസ്ഥ നടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പറഞ്ഞിട്ട് കാര്യമില്ല, നാളെ സ്റ്റാറ്റ് നമുക്ക് പൊളിക്കാം. നാളെ കൂടി ഇങ്ങനെ നാളെ ഈ നേരത്തെ ഞാൻ സുഖമായിട്ട് സിനിമ കണ്ട് കിടന്നുറങ്ങാം. കാരണം നാളെ റെസ്റ്റ്, പിന്നെ മറ്റന്നാൾ മുതൽ പബ്ലിക് എക്സാമിന് പഠിക്കൽ തുടങ്ങാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ പോയി കടന്നുറങ്ങട്ടെ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സമയം 3 മണി 3:30 ആയിക്കോളൂ. പക്ഷേ എൻ്റെ മോൻ കണ്ടതൊക്കെ ഇത് തോന്നില്ല, കാരണം എനിക്ക് നല്ല എനർജി ഉണ്ടെന്ന്. ഒന്നാമത്തെ നമ്മൾ നേരത്തെ കടന്നില്ലേ, അപ്പൊക്കെ 3 മണിക്കൊക്കെ നിൽക്കുമ്പോൾ നല്ല എനർജി ഒക്കെ. ഞാൻ കുറച്ച് മേക്കപ്പ് ഒന്നുമില്ല, ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടിരുന്നു, മുടിയും കെട്ടി, പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങൾ പല്ലൊക്കെ തേച്ച് 3 മണിക്കട്ടോ ഒക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 3 മണിക്ക് വെച്ചിട്ട് ഇപ്പോൾ ഒരു 3:30 ആയി. ഇനി നമുക്ക് എന്തായാലും കുറച്ച് രാത്രിയൊക്കെ കൂടി നോക്കാണ്ട്. ഞാൻ കാര്യമായിട്ട് രാത്രി ഒന്നും നോക്കിയിട്ടില്ല, കുറച്ചധികം നോക്കാനുണ്ട്. അപ്പോൾ നമുക്ക് മെല്ലെ ഓരോന്ന് നോക്കാം. പിന്നെ കുറച്ച് പേര് ബിസിനസ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചിരുന്നു. ബിസിനസ് ഇതുവരെ കഴിഞ്ഞാൽ ഞാൻ എക്കണോമിക്സ് ചെയ്തിട്ടില്ല. എക്കണോമിക്സ് അല്ലാത്ത ബാക്കി എല്ലാ എക്സാമും ക്രിസ്മസ് എക്സാമിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടാണ് തോന്നിയത്. എന്താണെന്നൊക്കറിയില്ല, പക്ഷെ എന്തോ കുറച്ചുകൂടി എഴുതാൻ വെച്ചമാതിരി ടൈം മാനേജ് ചെയ്യാനൊക്കെ പറ്റി. അപ്പോൾ എന്തോക്ക് നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റാറ്റി അടിപൊളി ആവട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ സ്റ്റാറ്റിക്ക് 1 വേർഡൊക്കെ നല്ല പ്രശ്നമാണ്. 1 വേർഡൊക്കെ നല്ല തല തിരും. സ്റ്റാറ്റി നല്ല കേതിനും 1 വേർഡ് നല്ല പ്രശ്നമാണ്. ഫൈനൽ എക്സാം ആകുമ്പോഴത്തേക്കും നമുക്ക് ശരിയാക്കണം. എന്തായാലും ഞാൻ പഠിക്കട്ടെ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളുടെ 3 മണിക്കത്തെ അവസ്ഥ. ഫുൾ ഇരുട്ട്. എനിക്ക് ഈ 3 മണിക്ക് നീച്ചാൽ പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ നാളെ വേറെ ഏതെങ്കിലും എക്സാം ഉണ്ടെങ്കിൽ ഈ എക്സാം കഴിഞ്ഞ് വന്നാൽ നല്ല ഉറക്കം വരും. പിന്നെ ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങി പിന്നെയും മറ്റേ എക്സാമിന് പഠിക്കാനുള്ള നേരമൊക്കെ കിട്ടൂല. പക്ഷേ ഇത് ഞാൻ നീച്ച വെച്ചാൽ നാളെ എക്സാം ഇല്ല, അന്നത്തോടെ എക്സാം കഴിഞ്ഞു. ഹലോ ഗൈസ്, അങ്ങനെ നമ്മളെ എക്സാം സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയി. ഇപ്പോൾ എല്ലാ മോഡൽ എക്സാമും കഴിഞ്ഞു. ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴത്തേക്കും എല്ലാവരും മോഡൽ എക്സാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റാറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇപ്പോൾ കാണിച്ചേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല, പക്ഷേ എന്താ അറിയില്ല, ക്രിസ്മസ് എക്സാമിന് സ്റ്റാറ്റൊക്കെ ഒന്നും അറിഞ്ഞില്ല. മീൻസ് ചില ക്വസ്റ്റ്യൻ ഒന്നും കണ്ടാൽ തന്നെ മനസ്സിലായിരുന്നില്ല, അങ്ങനെ ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഊഹത്തിൽ ഇതേ ചിലവ് ശരിയാവുക അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഈ എക്സാം നല്ല സുഖമായിരുന്നു. ഇനിയിപ്പോൾ അത് എനിക്ക് മാത്രമാണോ അത് എല്ലാവർക്കും സുഖമാണോ എന്നൊക്കെ അറിയില്ല. കാരണം ഞാൻ എക്സാം കഴിഞ്ഞിട്ട് വേഗം പോകുന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഫ്രണ്ട്സിനോടൊന്നും ചോദിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അങ്ങനെയാണ് ഒരു അവസ്ഥ കിടക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നണത് പബ്ലിക്കിന് ഇടങ്ങാറാവുന്നതാണ്. പക്ഷെ എന്തായാലും ഇൻഷാല്ലാ നമുക്ക് നോക്കാം, നേരെ പഠിക്കണം. ഇനി മോഡലിന് പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ പബ്ലിക് എക്സാമിന് പഠിക്കണം. ഓക്കെ, അതാണ് ഇപ്പോൾ പറയാനുള്ളത്. പിന്നെന്താ, അപ്പോൾ 2 എക്സാമിൻ്റെ എക്സ്പീരിയൻസും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, ഈസി ആയിരുന്നോ ഇടങ്ങാറായിരുന്നോ എന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇത്രയുള്ളൊരു വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ വീഡിയോ ചെയ്യാനുള്ള നിങ്ങളുടെ വല്ല ഐഡിയാസ് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.